ഷീൻ ഞാൻ അവിടെ 2 കപ്പ് ഒറോട്ടിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ വാങ്ങാൻ കിട്ടും. ഒറോട്ടിപ്പൊടി എന്ന് പറഞ്ഞാൽ വാങ്ങാൻ കിട്ടുക. 2 കപ്പിൻ്റെ ഇത് വെച്ചിട്ട് നമുക്കൊരു ഒറോട്ടി ഉണ്ടാക്കിയെടുക്കാം. എന്നാണ് കുറച്ച് നേരം ഇളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്തിട്ട് അങ്ങനെ ഇളം ചൂടുവെള്ളം എടുത്തിട്ടുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇങ്ങനെ പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും ഒറോട്ടിപ്പൊടി നമുക്ക്. പിന്നെ എന്താ വെച്ചാൽ ഇതന്നെ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ടും ഒറോട്ടി ഉണ്ടാക്കും കേട്ടോ. അതെങ്ങനെ വെച്ചാൽ 2 അരിയും കൂട്ടും. 2 അരിയും കൂട്ടിയിട്ട് ഒരു ഇളം ചൂടുവെള്ളം ഇങ്ങനെ തിളക്കാൻ പോകുന്ന വെള്ളത്തിൽ ഇട്ട് വെക്കും. എന്നിട്ട് അവിടെ മൂടി വെക്കും. ഇപ്പോൾ രാവിലെ അങ്ങനെ അരക്കാൻ വേണ്ടിയിട്ട് വെച്ചാൽ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് അത് അരച്ചെടുക്കാം. എന്നിട്ട് പണ്ടൊക്കെ അമ്മിമേലൊക്കെ ഇട്ടിട്ട് അരക്കും. ഇപ്പോൾ നമ്മളെ ഗ്രൈൻഡറിലിട്ടിട്ട് അരച്ചെടുത്താലും മതി. എന്നിട്ട് ഒറോട്ടി ചുട്ടെടുക്കാം. ഇത് ഒരു ഇളം ചൂടുള്ള വെള്ളമായതുകൊണ്ട് അങ്ങനെ ചേർത്തെടുക്കുക. ആ 2 അരി എങ്ങനെ വെച്ചാൽ ഒന്ന് പച്ചരി ഒന്ന് പുഴുങ്ങലരി 2 അരിയും കൂടി കൂട്ടിയിട്ടാണ് എടുക്കുക. പച്ചരി കുറക്കും, പുഴുങ്ങലരി കൂട്ടും. ഇനി ഇത് നല്ലോണം കുഴച്ചെടുക്കാം. കുറച്ചുകൂടെ വെള്ളം കുഴഞ്ഞെടുക്കാനുണ്ട്. ഇത് തലശ്ശേരിയിൽ ഫേമസാണ് ഒറോട്ടി. ഒറോട്ടിൻ്റെ കൂടെ സ്റ്റൂ ഉണ്ടാവും. മട്ടൻ്റെ സ്റ്റൂ, ബീഫിൻ്റെ സ്റ്റൂ. ഇപ്പം പച്ചക്കറി സ്റ്റൂ കൂട്ടിയിട്ട് കഴിക്കാം കേട്ടോ. മുട്ട സ്റ്റൂ എന്ത് വേണം, ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റൂ, ചിക്കൻ സ്റ്റൂ എന്ത് വേണമെങ്കിലും കഴിക്കാം. നല്ലോണം കുഴച്ചെടുക്കാം. നമുക്കിത് പരത്തിയെടുക്കാം. ഞാനൊരു ഇല വെച്ചിട്ടുണ്ട്. ഇല ഇല്ലാത്തൊരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും കവറോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്താൽ മതി. അതല്ലെങ്കിൽ നമ്മളെ ബട്ടർ പേപ്പറോ എന്തെങ്കിലും എടുത്താൽ മതി. ഇതിപ്പോൾ ഇല ഉള്ളതുകൊണ്ട് ഇല എടുത്തതന്നെയുള്ള ഇത്ര പൊടി എടുത്താൽ മതി. എന്നിട്ട് ഈ കയ്യിൻ്റെ ഇവിടെ വെച്ചിട്ടാണ് പരത്തുക. ഉണ്ടോ, ഇങ്ങനെ പരത്തിയെടുക്കണം. വിരൽ വെച്ചിട്ടാരും പരത്തില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ പറഞ്ഞെന്നുള്ളതാണ് ഈ ഒറോട്ടി. നമ്മളിപ്പോൾ പൊടി വെച്ചിട്ട് പിന്നെ അരി അരച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പരത്തണം എന്നാണ് പറയുക. കണ്ടോ, ഇതേപോലെ പരത്തിയെടുക്കണം. നമ്മൾ വിരൽ ഇതിൽ പതിയാണ്ട് ഇങ്ങനെ പരത്തിയെടുക്കണം. ഇത് ഭയങ്കര ഫേമസാണ് തലശ്ശേരിയിൽ. പിന്നെ മീൻ എന്താ പറയുക, മുളക് മറ്റേ വരട്ടും, നല്ല അയക്കൂറ പോലത്തെ ചെമ്മീൻ പോലത്തെ ഒക്കെ വരട്ടിയിട്ട് അതും കൂട്ടിയിട്ടും കഴിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. വലിയ ഗാനം വേണ്ട, അധികം ഗാനം കൂട്ടുന്നില്ല. ഇങ്ങനെയാണ് പരത്തുക. വിരലിൻ്റെ അടയാളം കെടുക്കൂല. ഉണ്ടോ, ഈ രീതിയിൽ പരത്തിയെടുക്കും. വലിയ ഗാനവും ഇല്ല. പരത്തുമ്പോഴൊക്കെ നല്ല കൃത്യഭാഗങ്ങളൊക്കെ ഒരേ കനത്തിൽ വന്നാൽ മതി. കണ്ടോ, ഇതേപോലെ പരത്തിയെടുത്താൽ മതി. നമുക്കിത് കല്ലുമണ്ണിൽ ചുട്ടെടുക്കാം. അടുത്തത് ഇതേപോലെ പരത്താം. പക്ഷേ ഇത് നമുക്ക് ചുട്ടെടുക്കാം. ഇത് കല്ലിലേക്ക് ഇട്ടെടുക്കാം. പണ്ടൊക്കെ ഒറോട്ടിക്കല്ല് എന്ന് പറഞ്ഞിട്ടൊരു കല്ലുണ്ട്. ഇപ്പോൾ ഒറോട്ടിക്കല്ലൊന്നും കാണുന്നില്ല.
ഇതേപോലെ അങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ 1-2 പരത്തി എടുത്തിട്ടുണ്ട്. കല്ലിൽ സ്ഥലം ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഒരു വിധം വെന്ത് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം. തിരിച്ച് വെച്ച് കൊടുക്കാം. ഈ വശം വന്ന് നമുക്കിത് പൊള്ളിക്കാൻ വെക്കാനുണ്ട്. ഇവിടെ വരട്ടെ. ഇതൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം. ഇതിൽ ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി അങ്ങനത്തെ ഓയിൽ വേണമെന്ന് വെച്ചെങ്കിൽ ചുട്ട് വെച്ചതിൻ്റെ ശേഷം വേണമെങ്കിൽ കുറച്ച് പശു നെയ്യ് പറ്റി കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും. ഉണ്ടോ, നമുക്ക് ഇങ്ങനെ പൊന്തി വരും. ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ അങ്ങ് പൊന്തി വരും. കണ്ടോ, പൊന്തുന്നുണ്ടോ? ഇതേപോലെ അങ്ങനെ നെക്സ്റ്റും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. നല്ല പൊന്തി കിട്ടും. കണ്ടോ, ഇതേപോലെ ഇങ്ങനെ പൊന്തി വരും. എന്നിങ്ങനെ തുണി വെച്ച് അമർത്തി കൊടുക്കണം. നെക്സ്റ്റ് ഇതേമാതിരി തന്നെ ഇനി ഇതെല്ലാം നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. അതേപോലെ നമുക്കിത് തിരിച്ചിടാം. ഉണ്ടോ, തിരിച്ചിട്ട് ഒന്നിങ്ങനെ പുഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ലോണം പൊന്തി വന്നു. ഉണ്ടോ, പൊന്തുന്നുണ്ടോ? കല്ല് നല്ല ചൂടുണ്ടായാൽ മതി. അപ്പോൾ നല്ല പൊന്തി വരും. എല്ലാ വശങ്ങളും വേവുന്നതിനനുസരിച്ച് പൊന്തി വരും. വേവുന്നതിനനുസരിച്ചിട്ടേ പൊന്തി വരും. പാത്രത്തിലേക്ക് മാറ്റാം. ചൂടോടെ അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. നമ്മൾ റൊട്ടി ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. ഇഷ്ടപ്പെടും, എന്തായാലും ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. ലൈക്ക് ചെയ്യണം. നല്ല ഇപ്പോൾ 2 കപ്പിനെല്ലാം എടുത്ത് 10 എണ്ണം കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതിപ്പോൾ ഒന്ന് ചൂടാറിയപ്പോൾ ഞാനിതൊന്നിങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, നല്ലോണം പൊള്ളി വന്നിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.